ഹായ് ഹലോ എവ്രിവൺ, ദിസ് ഇസ് മാളവിക. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന കുറച്ച് സേവനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ജനന മരണ വിവാഹ രജിസ്ട്രേഷനെ കുറിച്ചും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തുകൾ സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു റിസോഴ്സ് പേഴ്സൺ ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ പുറമേരി ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയ പ്രേമാനന്ദൻ സാറാണ് ഇന്നത്തെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ. നമുക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ ഡൗട്ട്സ് ആൻഡ് ക്വരീസ് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. നമസ്കാരം. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പൊതുഭരണവുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലകളാണ് ജനനം, മരണം, വിവാഹം എന്നിവ രജിസ്റ്റർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ പൊതുജനങ്ങൾക്ക് പലപ്പോഴും സംശയങ്ങളുണ്ടാകുന്ന നടപടികൾ, ക്രമങ്ങൾ എന്താണ് എന്നുള്ളൊരു സംശയം വരുന്ന ഒരു ഫീൽഡാണ് ഇത്. ഒരു ഉദാഹരണമായിട്ട് ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ സംഗതികളാണ് ആവശ്യം? അതിൽ വരനും വധുവും നിർബന്ധമായിട്ടും പഞ്ചായത്തുകളിൽ വരേണ്ടി വരും. കാരണം എന്താ പറഞ്ഞാൽ വിവാഹ രജിസ്റ്ററിൽ അവർ ഒപ്പുവെച്ചാൽ മാത്രമേ അത് ഒപ്പുവെച്ചിട്ട് സെക്രട്ടറി അത് അപ്രൂവ് ചെയ്യുമ്പോൾ മാത്രമേ ആ വിവാഹം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അക്ഷയ മുഖാന്തരമാണ് ഇപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. മുമ്പ് കാലങ്ങളിലാണെങ്കിൽ പ്രത്യേകമായ ഫോറത്തിൽ അത് നമ്മൾ വരൻ്റെയും വധുവിൻ്റെയും വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ഫോട്ടോ പതിക്കുകയും 2 സാക്ഷികളുടെ ഒപ്പം പഞ്ചായത്തിൽ വന്ന് രജിസ്റ്റർ ചെയ്യേണ്ട നടപടിക്രമങ്ങളായിരുന്നു മുമ്പുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ നടപടിക്രമങ്ങൾ വളരെയധികം ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേക സോഫ്റ്റ്വെയർ മുഖേനയാണ് പഞ്ചായത്തുകളിലും അല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതിന് വരൻ്റെയും വധുവിൻ്റെയും എല്ലാവർക്കും അറിയാമല്ലോ, 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. വരന് 21 വയസ്സും വധുവിന് 18 വയസ്സും പൂർത്തിയാവും, അല്ലെങ്കിൽ ആ വിവാഹം സാധ്യതയില്ലാത്തതാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് അതിൽ വേണ്ടതെന്ന് വെച്ചാൽ വിവാഹിതരായ വ്യക്തികളുടെ, അതായത് വരൻ്റെയും വധുവിൻ്റെയും അവരുടെ വയസ്സ് തെളിയിക്കുന്ന പ്രൂഫ്, രേഖകൾ ആവശ്യമാണ്. അതിന് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവപോലുള്ള ആധികാരികമായ രേഖകൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ പകർപ്പ് സഹിതം ആണ് പഞ്ചായത്തിൽ വരേണ്ടത്. അപ്പോൾ 2 ഫോട്ടോ വേണ്ടി വരും. അവരുടെ വരൻ്റെയും വധുവിൻ്റെയും ഓരോ ഫോട്ടോ, അത് അക്ഷയ വഴിയാണ് അത് അപ്ലോഡ് ചെയ്യുക, അത് വേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലുള്ള രേഖ. ഇനിയിപ്പോൾ മുസ്ലിം വിവാഹമാണെങ്കിൽ സാധാരണഗതിയിൽ അവരുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കുന്ന ആളുടെ, അതായത് ഗാദിയാർ എന്ന് പറയുന്നത്, ആ ഗാദിയാറുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഏത് പള്ളിയിൽ വെച്ചിട്ടാണ് അവരുടെ നിക്കാഹ് നടക്കുന്നത് അതിൻ്റെ ഒരു രേഖ കൂടി ഒപ്പം ഉണ്ടാവും. പിന്നെ ഫോം നമ്പർ 2 എന്ന് പറയുന്ന ഒരു ഫോറമുണ്ട്. അതിൽ ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്തിലെ മെമ്പർമാർ, അങ്ങനെ ആധികാരികതയുള്ള ആളുകൾ ഒപ്പുവെച്ചിട്ടുള്ള ഫോറം നമ്പർ 2 അതിൻ്റെ ഒപ്പം തരേണ്ടി വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 2 സാക്ഷികൾ, അവർ പഞ്ചായത്തിൽ വരണമെന്നില്ല, അവരുടെ ID പ്രൂഫ്, അവർ സ്വന്തം സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള 2 പ്രൂഫും കൂടി വെച്ചിട്ട് നേരത്തെ അക്ഷയയിൽ നിന്നും കിട്ടിയ ഫോറം സഹിതമാണ് പഞ്ചായത്തിൽ ഹാജരാകേണ്ടത്. അത് പഞ്ചായത്തിൽ വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം സെക്രട്ടറി അല്ലെങ്കിൽ നിയുക്തനായ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ വിത്തിൻ 5 മിനിറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി. നമുക്ക് സെക്രട്ടറി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കും. അതിന് ഒപ്പ് ആവശ്യമില്ല. ഡിജിറ്റൽ സൈൻ ചെയ്താൽ അതിലുണ്ടാകും. നമുക്ക് അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നും അതിൻ്റെ ആധികാരികത മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിവാഹം നമ്മൾ പറഞ്ഞു. ഇനി ജനനവും മരണവും അതേപോലെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. മരണം സാധാരണഗതിയിൽ മരണവും ജനനവും ഒക്കെ ഇപ്പോൾ അധികവും ഹോസ്പിറ്റലുകളിലാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ നിലവിൽ ഹോസ്പിറ്റൽ കിയോസ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഹോസ്പിറ്റലുകളിൽ രേഖപ്പെടുത്തുകയും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈൻ മുഖാന്തരം കൈമാറുകയും ചെയ്യും. അത് അവിടെ അന്വേഷണം പൂർത്തിയായാൽ ഇതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തെ വിവാഹം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. 45 ദിവസമാണ് സാധാരണഗതിയിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള സമയം, സാധാരണഗതിയിൽ. അത് കഴിഞ്ഞാൽ ഫൈനോട് കൂടിയിട്ട് ഇപ്പോൾ പഞ്ചായത്തുകളിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായാലും, അത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ഉൾപ്പെടും, 5 വർഷം വരെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജില്ലാ വിവാഹ രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി
വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വരികയും അതുകൊണ്ട് സാധാരണഗതിയിൽ 5 വർഷം വരെ നമുക്ക് നമ്മുടെ എവിടെയാണോ വിവാഹം നടന്നത്, എവിടെ വെച്ചാണോ നടന്നത്, ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ വെച്ചാണോ വിവാഹം നടന്നത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ മരണ രജിസ്ട്രേഷൻ്റെ സാധാരണഗതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ 21 ദിവസമാണ്. 21 ദിവസം കഴിഞ്ഞാൽ 30 ദിവസം വരെ നമുക്ക് 2 രൂപ ഫൈനോട് കൂടിയിട്ട് പഞ്ചായത്തുകളിൽ തന്നെ മരണം അല്ലെങ്കിൽ ജനനം രജിസ്റ്റർ ചെയ്യാം. മരണം രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ 30 ദിവസം കഴിഞ്ഞു പോയാൽ 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജില്ലാ ജനന മരണ രജിസ്ട്രാറുടെ അനുമതിയോട് കൂടിയിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പലരും മരണം നടന്ന് അത് കൃത്യമായ സമയത്ത് അത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ കുറച്ച് ഡിലേ വരും നമുക്കത് രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ. അതുകൊണ്ട് അത് പൊതുജനങ്ങൾ അറിയേണ്ട ഒരു കാര്യത്തിലേക്ക് പറയുകയാണ്. ജനന മരണ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ജനനം, മരണം അല്ലെങ്കിൽ നിർജീവമായ ജനനം അത് 21 ദിവസത്തിൽ ശേഷം 30 ദിവസം വരെ നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ട് ലഭിക്കുന്ന സംഗതികളിലാണെങ്കിൽ അത് ആശുപത്രിയിലായാലും വീട്ടിലായാലും ഒക്കെ 21 ദിവസത്തിനുള്ളിലാണ് ജനനവും മരണവും സാധാരണഗതിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ജനനമാണെങ്കിൽ 5 രൂപ ഫൈനോട് കൂടിയിട്ട് ഒരു പ്രത്യേക കോപ്പി 5 രൂപ കോപ്പി സ്റ്റാമ്പ് പതിച്ച അപേക്ഷയോട് കൂടിയിട്ട് അത് ചെയ്യേണ്ടി വരും. ലേറ്റ് ഫീ 2 രൂപ വെച്ചിട്ട് നമുക്കത് 30 ദിവസം വരെ പഞ്ചായത്തുകളിൽ തന്നെ രജിസ്റ്റർ ചെയ്യും. അതെ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിദേശത്തു നിന്ന് നടന്ന ജനനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തുകളിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. വിദേശത്ത് നടന്ന മരണം നമുക്ക് പഞ്ചായത്തുകളിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. ആ മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണോ മരണപ്പെട്ടത് അവിടുത്തെ അതിപ്പോൾ വിദേശത്താണെങ്കിൽ ചിലപ്പോൾ എംബസി വഴിയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് കിട്ടുക. എന്നാൽ ജനനം നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ രജിസ്ട്രേഷൻ യൂണിറ്റിലെ രജിസ്ട്രാർക്കാണ് അതിനുള്ള ചുമതല. അവർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. കുട്ടി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം 60 ദിവസം കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ ആ റിപ്പോർട്ട് ലഭിച്ച് 10 പ്രവൃത്തി ദിവസത്തിനകം നമുക്ക് താമസ സ്ഥലത്തെ രജിസ്ട്രേഷൻ യൂണിറ്റിലെ രജിസ്ട്രാർക്ക് വിദേശത്ത് നടന്ന ജനനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിന് എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണമെന്ന് ചോദിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുന്ന സംഗതികളിൽ പറയുന്നത് ജനന റിപ്പോർട്ടിൻ്റെ, അതായത് ഫോറം നമ്പർ 1 ആണ്. ആ ഫോറത്തിൻ്റെ 2 പകർപ്പ് വേണം, 2 കോപ്പി വേണം. ഇനി ഏത് സ്ഥലത്താണ് താമസം വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ച് 50 രൂപ മുദ്രപത്രത്തിലുള്ള സത്യവാങ്മൂലം വേണം. മാതാപിതാക്കളുടെ പാസ്പോർട്ടിൻ്റെ പകർപ്പ് ഹാജരാക്കണം. കുട്ടിയുടെ ജനന തീയതി അല്ലെങ്കിൽ ജനനസ്ഥലം എന്നിവ കാണിക്കുന്ന ഏതെങ്കിലും രേഖ, അത് അമ്മയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ പാസ്പോർട്ടോ ആശുപത്രി രേഖയോ മറ്റേതെങ്കിലും രേഖകളൊക്കെ അതും വേണം. ഇനി 60 ദിവസത്തെ വരെയുള്ളതാണ് ഞാൻ പറഞ്ഞത്. 60 ദിവസത്തിന് ശേഷമാണെങ്കിൽ ജനന റിപ്പോർട്ട് വേണം. ഏത് സ്ഥലത്ത് സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള 50 രൂപ മുദ്രപത്രത്തിലുള്ള അഫിഡവിറ്റ് വേണം. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പാസ്പോർട്ടിൻ്റെ പകർപ്പ് വേണം. പിന്നെ അത് പറഞ്ഞ പോലെ കുട്ടിയുടെ ജനന തീയതി സംബന്ധിച്ചുള്ള ഏതെങ്കിലും രേഖ ആവശ്യമാണ്. അത് കൂടാതെ ഈ 60 ദിവസം കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് കാരണം കാണിക്കുന്ന ഒരു അഫിഡവിറ്റ്, അതൊരു നോട്ടറി ആയിരിക്കാം അല്ലെങ്കിൽ ഗസറ്റ് ഓഫീസറാക്കാം, അങ്ങനെ അവർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അഫിഡവിറ്റ് അതിൻ്റെ ഒപ്പം താമസിക്കണം. പിന്നെ 60 ദിവസത്തിനകം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി അതിൻ്റെ ഒപ്പം ആവശ്യമാണ്. ഇനി അതിന് ഫീസുണ്ട്. കുട്ടി ഇന്ത്യയിലെത്തി 60 ദിവസം വരെ ഫീസ് കൊടുക്കേണ്ടതില്ല. എന്നാൽ 60 ദിവസം കഴിഞ്ഞാൽ കുട്ടിയുടെ ജനന തീയതി മുതൽ 1 വർഷം വരെ ഗ്രാമപഞ്ചായത്തുകളിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ, നഗരസഭകളിലാണെങ്കിൽ സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി 5 രൂപ ലേറ്റ് ഫീ വാങ്ങിക്കൊണ്ട് ആണ് ചെയ്യുന്നത്. അതായത് 1 വർഷം വരെ. 1 വർഷം കഴിഞ്ഞാൽ അത് നമ്മുടെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ, അതായത് RDOവിൻ്റെ അനുമതിയോടുകൂടി 10 രൂപ ലേറ്റ് ഫീ ഈടാക്കിക്കൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള, അതായത് വിദേശങ്ങളിൽ നടന്ന ജനനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും.